ഈ ട്രോളന്മാരും മൈരന്മാരോട് ഞാൻ നോക്കാറില്ല. എനിക്ക് ട്രോളന്മാരോട് താല്പര്യമില്ല, ഞാൻ നോക്കാറില്ല. അതാണ് എൻ്റെ അല്പം ചട്ടം പിത്തറില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. കറുത്ത വലിയ കളർ പറഞ്ഞ ആളാണെന്ന് വെച്ചാൽ എനിക്കതിന് അപകർഷബോധമില്ല. ആരെ അങ്ങോട്ടും ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു പണ്ട്. ലാലേട്ടനാണെങ്കിലും ശ്രീനിവാസൻ ചേട്ടനൊക്കെ ആണെങ്കിലും എത്ര സിനിമകൾ ഹിറ്റ്. അവരുടെ പേഴ്സണലായിട്ട് അവരാരും അങ്ങനെയല്ല. നമ്മളൊരു കഥാപാത്രം അല്ലെങ്കിൽ കഥ അതിനുവേണ്ടി മാത്രം, അത് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന തമാശകളായിട്ട് മാത്രം ഇതിനെ കാണുക. എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ എൻ്റെ നിറത്തിനെയും എൻ്റെ വണ്ണത്തിനെയും അത്ഭുതത്തോടു കൂടിയും കളിയാക്കിയും ചിരിച്ചും എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചും ഒക്കെ ഒരുപാട് പേര് തമാശകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കോമഡികൾ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം സഹജീവികളെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു ഭയങ്കര ബോഡി ഷെയ്മിങ് എന്നുള്ളതല്ല. ആക്ച്വലി അതുകൊണ്ട് വേദനിക്കുന്ന ഒരു 10 പേരെങ്കിലും ഉണ്ടാവും. നാളെ നമ്മൾ ഇതിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് വിടുന്നത്, ഇപ്പൊ എൻ്റെ മകൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എപ്പോഴും അവൻ അതിനെക്കുറിച്ച് ഒട്ടും കോൺഷ്യസ് അല്ല. അത് ദൈവത്തിന്റെ ഭാഗ്യം. പറയുന്ന ബിനു അടിമാലിയെ പോലെയുള്ള 100 പേര് നമുക്ക് അപ്പുറമുണ്ട്. എന്നെ പറയുമ്പോൾ അവർക്കാണ് അത് വേദനിക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മൾ കലാകാരന്മാർക്കും റൈറ്റേഴ്സിനും ഉണ്ടാവണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ അപകടം. അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഞാനൊരു കറുത്ത വലിയ കളർ പറഞ്ഞ ആളാണെന്ന് വെച്ചാൽ എനിക്കതിന് അപകർഷബോധമില്ല. അതുപോലെ കളർ കുറഞ്ഞ ഒരുപാട് സമൂഹമുണ്ട്. നിങ്ങൾ അത് പറയാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വിട്ടില്ലേ? ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. മക്കളെ ഗെറ്റ് റെഡി.